മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മധ്യ കേരളത്തിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ മലപ്പുറവും കൂടെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. മധ്യ കേരളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊളിറ്റിയുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്, ഇനി എങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപാന്തരം സാധിക്കുന്നത്? അതിൻ്റെ ഇടയ്ക്ക് പല സ്ഥലത്ത് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലത്തെ മണ്ഡലങ്ങളൊക്കെ വിഭാഗീയത, സി പി ഐയിൽ തന്നെ വിഭാഗീയത ഉണ്ടെന്നൊക്കെ നമുക്ക് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ എല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ തൃശ്ശൂർ അവർ കൂടുതൽ സീറ്റ് പിടിക്കും, കാരണം ഇതുവരെ അങ്ങനെ മുത്താൻ പറ്റാതിരുന്ന ഒരു സംഗതി ഞങ്ങൾ ഇത്തവണ കപ്പ് മുത്തും എന്ന് പറഞ്ഞിട്ടാണല്ലോ യു ഡി എഫ് നടക്കുന്നത്. സീറ്റ് നിലയിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. കളമശ്ശേരിയും കുന്നത്തനാട് എൽ ഡി എഫ് പിടിച്ചപ്പോൾ ഇപ്പുറത്ത് മൂവാറ്റുപുഴയും ഇവിടെയും യു ഡി എഫ് പിടിച്ചെടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം വന്നിട്ടുണ്ടല്ലാതെ ഒരേ സീറ്റ് നിലയായിരുന്നു 2016, 2021. കൊച്ചിയിലെ എറണാകുളത്ത് എങ്ങനെയായിരിക്കും ഒരു മാറ്റം വരിക? എറണാകുളം മുഴുവൻ മണ്ഡലം പിടിക്കുന്നു, വന്നിട്ട് നിൽക്കുന്നു. തൃപ്പൂണിത്തറ ഒരു വലിയ വിഷയമായി നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റുക? എനിക്കൊന്ന് മധ്യ കേരളം ശരിക്കും പറയണമെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രെങ്ത് കൂടിയ സ്ഥലമാണ്. കാരണം നമ്മൾ ഈ പറയുന്ന രീതിയിൽ മലപ്പുറവും എറണാകുളവും 2 ജില്ലയുമാണ് പരിപൂർണമായും മലപ്പുറം മുസ്ലിം ലീഗിൻ്റെയും എറണാകുളം കോൺഗ്രസിൻ്റെയും ആയിട്ട് നിലനിൽക്കുന്നതാണ്. അത് കുറച്ച് ദീർഘകാലമായിട്ട് അതിനൊരു സ്വഭാവമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അത് അങ്ങനെ തന്നെ പ്രതിഫലിച്ചു. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയും മലപ്പുറം ജില്ലയും ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം സേഫ് ബെറ്റാണ്. അതിൽ എറണാകുളത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ഇത്തവണ കുറച്ചും കൂടി നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചൊരു വൈസായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ എറണാകുളം, ആലുവ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ ഏതാണ്ട് ഉപേക്ഷിച്ച മാതിരിയായിരുന്നു പ്രവർത്തനം നടത്താറ്. പക്ഷേ ഇത്തവണ വളരെ ബുദ്ധിപൂർവ്വം ആരിഫിനെ ആലുവയിലേക്ക് കൊണ്ടുവരുന്നു. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ ആളുകൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ എറണാകുളവും അങ്കമാലിയും വെച്ച് ജനതാദളുമായിട്ടുള്ളൊരു മാറ്റം വരുത്തിയത് വളരെ പ്രയോജനം ചെയ്തു. കാരണം സാബു ജോർജ് എന്ന് പറയുന്ന ജനതാദളിൻ്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന ആളായിരുന്നു. വളരെ പോപ്പുലറായിരുന്ന ഡെപ്യൂട്ടി മേയറായിരുന്നു. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഈ ലാറ്റിൻ ക്രിസ്ത്യൻ ഒരു ബെൽറ്റിൽ നിന്ന് വരുന്ന ഒരാളാണ്. അത് കാരണം തന്നെ എറണാകുളം കൊച്ചി മേഖലയിൽ അതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല, മറിച്ച് അവർക്കൊരു നല്ല മത്സരം നടത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ അങ്കമാലിൽ പെരുമ്പാവൂരിലെ മുൻ MLA ആയിട്ടുള്ള സാജു പോൾ വരുന്നതോടുകൂടി അങ്കമാലിലും മത്സരം വളരെ സ്ട്രോങ് ആയി. ഈ പറഞ്ഞ രീതിയിൽ അങ്കമാലി പണ്ട് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന സ്ഥലമൊക്കെ ആണെങ്കിലും കുറച്ച് കാലമായിട്ട് റോജി 2 ടേമായിട്ട് അവിടെ നല്ല വേരുണ്ടാക്കിയിട്ടുണ്ട്. റോജി അങ്കമാലിക്കാരൊന്നുമല്ല, പക്ഷെ അങ്കമാലിൽ വന്ന് അങ്കമാലിലൊരു നല്ല വേരുണ്ടാക്കി നല്ല പ്രവർത്തനം നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാവുന്ന പോലെ വിമോചന സമരത്തിൻ്റെ വെടിവയ്പ് നടന്ന സ്ഥലങ്ങളിലൊന്നാണ് അങ്കമാലി. പറഞ്ഞ രീതിയിൽ വളരെ ദീർഘമായിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ 2 സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം തൃപ്പൂണിത്തുറയാണ്. കാരണം തൃപ്പൂണിത്തുറ ഇവിടുത്തെ ഇപ്പോൾ നിലവിലുള്ള ഡെപ്യൂട്ടി മേയറായിട്ടുള്ള മറ്റേ ദീപക് ജോയിയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. പക്ഷേ അങ്ങനൊരു ആ പ്രദേശത്ത് അങ്ങനെ വലിയ സുപരിചിതനായിട്ടുള്ള ആളോ ഒന്നും അല്ലാത്ത ഒരാളാണ്. അതേസമയം KN ഉണ്ണികൃഷ്ണൻ വൈപ്പിൽ നിന്ന് തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അവിടുത്തെ ഒരു BJP കാര്യം കൂടെ നോക്കണ്ടേ? കാരണം തൃപ്പൂണിത്തുറ നഗരസഭ നമ്മൾ BJP വരുന്ന ഒരു, അത് മാത്രമല്ല BJP അവരുടെ സംസ്ഥാനത്തെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന മണ്ഡലമാണ്. അതാണ് അവർ T20 കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് അത്ഭുതമായിട്ട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മൊത്തത്തിൽ ഈ മറ്റേ എറണാകുളം കോട്ടയം ബെൽറ്റിൽ BJPയുടെ പരിപാടി എന്താണോ, വേറെന്തെങ്കിലും ഡീലിങ്സ് അവർ ഉറപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലാണ് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ അവർ കൊണ്ടുവരും. കൊടുങ്ങല്ലൂർ, അതെ അതെ, മറ്റൊരു A ക്ലാസ് മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. തൃപ്പൂണിത്തുറ കുറച്ചും കൂടെ ഒന്ന് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ചിട്ട്. കാരണം ഈ ബാബുവിന്റെ കഴിഞ്ഞ വിജയം പോലും വളരെ ചെറിയ വോട്ടിന് തർക്കം കൊണ്ടായി BJP വോട്ട് വാങ്ങിച്ച് ജയിച്ചു എന്നൊക്കെ ഒരു ആരോപണങ്ങൾ നിൽപ്പുണ്ട്. അതേ തന്ത്രം തന്നെ ആയിരിക്കും ഇത്തവണ ബാബുവിടെ. കാരണം ബാബുവിന്റെ നോമിനിയാണ്, K ബാബുവിന്റെ നോമിനിയാണ് ദീപക്. അവിടെ വേറെ സ്ഥാനാർത്ഥികളുടെയൊക്കെ പേര് പറഞ്ഞിരുന്നു, ആ മണ്ഡലത്തെ സ്വാധീനം. അപ്പം K ബാബു ഇത്ര ഉറപ്പിച്ച് ഇയാൾ തന്നെ വേണം, ഇദ്ദേഹം തന്നെ വേണമെന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇപ്പോൾ BJP അവരുടെ കളം വിട്ടുകൊടുത്ത് NDA കൊടുക്കുന്നു. NDA അല്ല, സോറി, പിന്നെ 2020 കൊടുക്കുന്നു. 2020 ആണെങ്കിൽ അഞ്ജലി നായർ എന്ന് പറഞ്ഞൊരു ചലച്ചിത്ര താരത്തിനെ
കൊണ്ടു നിർത്തുന്നു, ഒട്ടും രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തൊരു സ്ഥലത്ത്. അപ്പോൾ ഇത് ആ ഒരു തരത്തിലൊരു ഡീലാണ് വരിക. വളരെ സാധ്യതകളും ഇതുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ വരുന്നതോടുകൂടി മറ്റേ അവിടെ നമുക്ക് ബാബുവിനുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറ മണ്ഡലം ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പള്ളുരുത്തി ഭാഗങ്ങൾ വരുന്നതോടുകൂടി ഒരു വലിയൊരു ഈഴവ ബെൽറ്റ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് വരുന്നുണ്ട്. ആ ബെൽറ്റിൽ മറ്റേ ബാബുവിനുണ്ടായിരുന്ന ഒരു സ്വാധീനത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ അവിടെ വരുന്നത് തന്നെ. അപ്പോൾ അത് കാരണം തന്നെ അവിടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൃപ്പൂണിത്തുറയിലെ പൊളിറ്റിക്കൽ വോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എഡ്ജിലേക്ക് വേണമെങ്കിൽ ലെഫ്റ്റിന് വരാം. അതിനെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു തത്വമായിരിക്കും. നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കാണ്. കെ ബാബു ആയിരുന്നു UDFന്റെ ഒരു ഈഴവ മുഖമായിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ, UDF എന്നല്ല ഈ കോൺഗ്രസിൻ്റെ ഒരു ഈഴവ മുഖമായിരുന്നു. അപ്പോൾ ബാബു മാറുന്നു, അപ്പോൾ വീണ്ടും ഈഴവ പ്രാതിനിധ്യം അവിടെ കുറയുകയാണ് വരുന്നത്. അപ്പം ആ ഈഴവർ കൊണ്ട് അതിൽ ഒരു അസംതൃപ്തി ഒരുപക്ഷെ വർക്ക് ചെയ്താൽ അത് ഉണ്ണികൃഷ്ണന് സഹായകമായിട്ട് മാറും. സാധ്യത ഉണ്ട്. പൊതുവേ കേരളത്തിലുടനീളം തെക്കൻ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യമാണ്. തെക്കൻ കേരളത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ഈഴവ മുഖങ്ങൾ തീരെ ഇല്ല. മറ്റേ ലിജു ആണ് ആകെ ഉള്ള ഒരു ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരാൾ. പക്ഷേ ലിജു സാമുദായിക സംഘടനയുടെ അതെ സാമുദായിക സംഘടനകളുടെ BJP ഒരു അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക്. അതെ, പക്ഷെ ആ BJP അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നുമില്ല. അവർ മറ്റേ 2020 സീറ്റുകൾ കൊടുക്കുന്നു. ഇപ്പോൾ ഏറ്റുമാനൂർ പോലെ വളരെ സ്ട്രോങ് ആയിട്ട് മറ്റേ ഒരു ഈഴവ സമൂഹത്തിന്റെ പ്രാതിനിധ്യമുള്ളൊരു സ്ഥലത്ത് അവർ കൊണ്ടുവന്ന് 2020 സീറ്റ് കൊടുത്തിരിക്കുന്നു. തൃപ്പൂണിത്തുറ, കൊടുങ്ങല്ലൂർ നഗരസഭയാണ് BJP ലക്ഷ്യമിട്ടിരുന്നത്. അവർക്ക് കിട്ടിയത് തൃപ്പൂണിത്തുറ നഗരസഭയാണ്. സത്യത്തിൽ ജനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് യൂത്ത് കോൺഗ്രസിലേക്ക് പോലും വരുന്നത് ഈ SNDP ആ ഒരു ഈഴവ പ്രാതിനിധ്യം എന്നുള്ള രീതിയിൽ മാത്രമാണ്. ആ കാർഡാണ് വർക്ക് ആയത് അവിടെ. അപ്പം അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂർ മത്സരിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്നത് ഇത്തരം ഒരു വോട്ട് കൺസോളിഡേഷൻ്റെ ഒരു ആലോചിച്ചിട്ടായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത്ര പോലും BJP അതിനെ കുറിച്ച് ആലോചിക്കും. എന്നാൽ അവരെ A ക്ലാസ് മണ്ഡലമായിട്ട് കണ്ടത്. എന്തായിരിക്കും അവരുടെ ഒരു ഉദ്ദേശം? അപ്പൊ ഞാൻ വളരെ കാര്യമായിട്ട് BJPയുടെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡീൽ അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആലോചന. പക്ഷെ നമുക്ക് അതിനൊരു രാഷ്ട്രീയപരമായിട്ട് അവർക്ക് എന്തിനാണ് അതിന്റെ പ്രയോജനം? എനിക്ക് അതിൻ്റെ ചേർന്ന് പറയാവുന്ന ഒരു മണ്ഡലം എനിക്ക് തോന്നുന്നു കുന്നത്തുനാടാണ്. ഈ കുന്നത്തുനാട് 2020 ശക്തി കേന്ദ്രമാണെന്ന് പറയുന്നത്. ഇപ്പോൾ കുന്നത്തുനാടിൽ അവർ മത്സരിപ്പിച്ചിരിക്കുന്ന ആരെയാണെന്നറിയുമോ? അടൂരിൽ നിന്ന് കോൺഗ്രസുമായിട്ട് ഉടകൊണ്ടാക്കിയ ആളെ കൊണ്ട് ഇവിടെ കൊണ്ടിരിക്കുക. സംവരണ മണ്ഡലം ആയതുകൊണ്ടായിരിക്കും അവരുടെ ഒരു രീതി കാണുമ്പോൾ എനിക്ക് അവർക്കൊരു വ്യക്തതയൊന്നും ഇല്ലാത്ത മാതിരി തോന്നുന്നു. ഒരാളെ വ്യക്തത ഇല്ലാത്തതാണോ കൃത്യമായ വ്യക്തതയോടുകൂടി ചെയ്യുന്ന കളിയാണോ? കുറെ കാലമായിട്ട് അത്തരം പരിപാടികളൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷേ അല്ല, ഇതിൽ നമുക്ക് പലതരത്തിലുള്ള ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു നീക്കവും ഈ പറഞ്ഞ രീതിയിൽ വെറുതെയുള്ള നീക്കങ്ങൾ ഒരു സ്ഥലത്തും ആരും നടത്തുന്നില്ല. പ്രത്യേകിച്ചും BJP ദീർഘകാലമായിട്ട് പത്തിയിടുന്നതാണ്. അപ്പോൾ അത് കാരണം തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യം കാണുമെന്നുള്ളതാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരിക്കും അവർ അത്തരം ഒരു ഡീലിംഗ്. അതെ അല്ല, 2020 കരാറും അല്ലെങ്കിൽ BJP നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളാണ് 2020 മുന്നോട്ട് വെക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. BJP ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീചേട്ടാ, ഇപ്പോൾ BJP എനിക്ക് തോന്നുന്നു CPM പോലത്തെ അതിൻ്റെ നേതൃത്വ ഞാൻ ഡൽഹിയിലേക്ക് വയ്ക്കുമ്പോൾ ഒരു കേഡർ സ്വഭാവം ഉണ്ടെന്ന് പറയാം. അതിൻ്റെ അവർക്ക് എന്താണ് ഐഡിയോളജി എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. വിഭജിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ BJPക്ക് ആൾ കൂടുന്നു എന്ന് പറയുന്നത് BJPയുടെ ഐഡിയോളജിയോട് ചേർന്ന് നിന്നിട്ടോ മറ്റുമല്ല. ഇതൊന്നും ഒരു മോദി എഫക്റ്റ്, പിന്നെ ഈ പറഞ്ഞൊരു ഹിന്ദു ഒരു ഏകത എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ രാഷ്ട്രീയമായിട്ടല്ലാതെ കൊണ്ടുവരുന്ന ഒരു ഏകീകരണം. അപ്പം അതുപോലെയാണ് BJPയോട് ചേർന്ന് നിൽക്കുന്നതെന്ന് പറയാം. അപ്പം അതുകൊണ്ടിട്ട് BJPക്കാർ ഈ എന്ത് രാഷ്ട്രീയമായിട്ട് ഇവരെന്ത് തീരുമാനിച്ചാൽ അതിനൊപ്പം നിൽക്കണം എന്നൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ 2020 നിർത്തുന്നു വെച്ചിട്ട് അവർ വോട്ട് ചെയ്യണമെന്നില്ല. കാരണം അത് BJPക്ക് അല്ലായിരിക്കും. ഈ അതിന്റെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറയുമ്പോൾ കേരളത്തിലെ BJPക്കാർക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു സാധനത്തെ കുറിച്ച് വലിയ ധാരണ വെച്ചാൽ അവരതിനെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ബേസിക്കലി നമുക്ക് കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സംഭവത്തിലേക്ക് അവർ എത്തുന്നതേ ഉള്ളൂ. BJPക്കാർ പോലും വെച്ചാൽ BJPയുടെ അണികളെന്നോ ഇല്ലെങ്കിൽ BJPയുടെ വിശ്വസ്തരായിട്ടുള്ള മറ്റേ പ്രവർത്തകരോ ഇല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്ന ആൾക്കാരോ എന്ന് പറയട്ടെ, BJPക്ക് വോട്ട് ചെയ്യുന്നത് പോലും അവർക്ക് ശീലമായി വരുന്നതേ ഉള്ളൂ. ആ ശീലത്തിലേക്കാണ് ഇവർ ഘടകകക്ഷികൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ള സംഭവത്തിലേക്ക് കേരളം ഇതുവരെ ശീലിച്ചിട്ടില്ല. കേരളത്തിലെ BJPക്കാർ ഇന്നവരെ ഘടകകക്ഷികൾക്ക് വോട്ട് ചെയ്യാൻ ശീലിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വളരെ അവരുടെ ഒരു ആ ടാക്ടിക്സ് പിന്നെ എന്തിനാണല്ലോ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴായിരിക്കും എന്തായിരുന്നു ഇവരുടെ ഒരു
ഉദ്ദേശം നമുക്ക് കുറച്ചുകൂടെ അനലൈസ് ചെയ്ത് കിട്ടുകയെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നു പലയിടത്തും ഇപ്പം BJP നടത്തുന്ന നീക്കങ്ങൾ എന്തായാലും കോൺഗ്രസിന് സഹായകമായിട്ട് മാറുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇതേപോലെ കൊടുങ്ങല്ലൂർ പോലെ ഒരു സ്ഥലത്ത് BJDSന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലൈ അവർക്കുള്ള സ്ഥിതിക്ക് അവർക്ക് സീറ്റ് കൊടുക്കാതെ 2020 സീറ്റ് കൊടുക്കുന്നു. നമുക്കറിയാലോ ഇവിടെ BJP നിലനിൽക്കുന്നത് ഒരു അണികളെ ഉണ്ടാക്കുന്നത് ഒറ്റ ഇതിലാണ്. അത് BJPയോടോ മോഡിയോടുള്ള ഭക്തി ഒന്നുമല്ല, മുസ്ലിം വിരുദ്ധതയാണ്. ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തിനായിക്കോട്ടെ, ഇപ്പോൾ കാസ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിക്കോട്ടെ, മറ്റാരും ആയിക്കോട്ടെ, മുസ്ലിം വിരുദ്ധതയാണ് BJPയിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള ഒരേ ഒരു കാരണം. അതിൻ്റെ പുറത്താണ് ഇത് മുഴുവൻ നടക്കുന്നത്. അല്ലാതെ വികസനത്തെക്കുറിച്ചുള്ള കാര്യമോ അല്ലെങ്കിൽ മോഹമോ ഒന്നുമല്ല. അപ്പം അതിനെ ടാപ്പ് ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന കുറച്ച് അണികളുണ്ട്, അവർക്ക് കിട്ടുമായിരിക്കും, ചെയ്യുകയും ചെയ്യും. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പല സൗകര്യങ്ങളും ഗുണങ്ങളും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കയറി വരുന്ന രീതിയിലേക്ക് പലപ്പോഴും ഈ ഇലക്ഷനിലേക്ക് വരുമായിരിക്കും. ഈ പറയുന്ന 2020 പോലെയുള്ള പാർട്ടികൾ വരുന്നു, അവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകുന്നു. അത് ആർക്കായിരിക്കും പ്രയോജനം ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടതാണ്. പക്ഷേ എനിക്ക് എറണാകുളം ജില്ലയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് കളമശ്ശേരി ആയിരിക്കും നമ്മൾ ഒരു പരിഗണിക്കേണ്ട മണ്ഡലം. കാരണം അത് മന്ത്രി P രാജീവ് മണ്ഡലമാണ്, ലീഗിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ്. ഇത്തവണ വളരെ മണ്ഡലത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് രാജീവിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ ലീഗും കോൺഗ്രസും വളരെ വാശിയോടുകൂടി അത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടന്നിട്ടുള്ളത് വൈപ്പിൽ അവർ ടോണി ചെമ്മണിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നുള്ളതാണ്. ടോണി ചെമ്മണി കഴിഞ്ഞ തവണ കൊച്ചിയിൽ തോറ്റ ആളാണ്. പക്ഷേ അതേസമയം നേരത്തെ മേയറായിരുന്നു, MLA ആയിരുന്നു, പലതരത്തിലും ഒരു ഇതുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ തന്നെ അവിടെ ഷൈനി പോലുള്ള ഒരു പുതുമുഖം, അതേസമയം വളരെ ജനകീയമായിട്ടുള്ള അതെ വളരെ നല്ല കാൻഡിഡേറ്റിനെ ലെഫ്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ ഈ ടോണിയെ വെച്ചിട്ട് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതേപോലെ തന്നെ അതൊരു വേറൊരു സംഭവം കൂടിയാണ്. ഇവരുടെ ചമ്മണി ഫാമിലി എന്ന് പറയുന്നത് എറണാകുളത്തെ ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ പേരാണ് അവരുടെ കുടുംബത്തിൽപ്പെട്ട എവറസ്റ്റ് ചമ്മണി പഴയ കോൺഗ്രസ് നേതാവാണ്. ഇവിടെ കോൺഗ്രസ്സിന് ബദലായിട്ട് വിമതനായിട്ട് മത്സരിക്കുകയും അങ്ങനെയാണ് ഇവിടെ സാനുമാഷ് ഇലക്ഷൻ ജയിക്കുകയും ചെയ്തിട്ടുള്ളത്. സാനുമാഷിന് യാതൊരു സാധ്യതയുമില്ലാത്തൊരു സമയത്ത് എവറസ്റ്റ് ചമ്മണി വിമതനായിട്ട് മത്സരിച്ചുകൊണ്ട് മാത്രമാണ് സാനുമാഷ് അക്കാലത്ത് വിജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളൊരു കുടുംബമാണ്. അപ്പം വേറൊരു ഗുണം കൂടി അവർക്ക് കിട്ടുന്നുണ്ട് അത് വെച്ച്. കാരണം ഫോർട്ട് കൊച്ചിയിൽ ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ ഒരു ലാറ്റിൻ സഭയുടെ ആവശ്യമായിരുന്നു അവർക്ക് സഭയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ വേണം എന്നുള്ളത്. അപ്പോൾ അതിന് കൊടുക്കാനായിട്ട് കോൺഗ്രസ്സിന് പറ്റിയില്ല. പക്ഷേ അതിന് പകരമായിട്ട് വൈപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ലാറ്റിൻ സഭയിൽ പെടാത്ത ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അവർ വച്ചിട്ടുമില്ല. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് വരുന്നതിൻ്റെ ദീപ്തിക്ക് ഏറ്റവും വലിയ തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപ്തി സഭയുടെ ആളല്ല എന്നുള്ളത്. അതെ, അതിൽ ആ സമയത്ത് തന്നെ അതിൽ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ നമ്മൾ നോക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവാറ്റുപുഴയാണ്. ഈ കൊച്ചിയും വൈപ്പിനിലേക്ക് എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ നമ്മുടെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്നെ ലത്തീൻ സഭ ഭയങ്കരമായിട്ട് ഇടപെടുന്നു. മേയർ സ്ഥാനാർത്ഥിയെ വരെ സഭയുടെ സഭയാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു അനേഷൻ ഇങ്ങനെ ശക്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഇപ്പുറത്തുനിന്ന് ഈ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഒരു സഹായം കൂടുതലായിട്ട് ഇങ്ങോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? അത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് അവരുടെ രാഷ്ട്രീയ വോട്ടുകളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ തന്നെ കാര്യമായിട്ട് ആശ്രയിക്കേണ്ടി വരും. വികസനം കൊച്ചി മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ചെല്ലാനം. സംസ്ഥാന സർക്കാർ തന്നെ അവരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ട് ഉയർത്തി കൊണ്ടുവന്നിരുന്നായിരുന്നു ചെല്ലാനത്തെ ഇത്. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്ക് UDF മൊത്തത്തിൽ കൊണ്ടുപോകുന്നതാണ്. പണിയെടുത്തത് LDF, ഫലം കൊയ്തത് UDF എന്ന് പറയുന്നത്. ആ രീതിയിൽ ആ സമയത്ത് അങ്ങനെ പ്രാദേശികമായിട്ട് പലതരത്തിലും ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എപ്പോഴും
ഈ പറയുന്ന എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്ന ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും ഇതിനെ മുൻനിർത്തിയിട്ട് ആ മണ്ഡലം വിജയിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷെ അതൊരിക്കലും നടക്കില്ല. അതിന് പ്രാദേശികമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും, സ്ഥാനാർത്ഥികളുണ്ടാവും, ചിലപ്പോൾ ഈ പറയുന്ന അവർക്ക് ഇനിയും ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലാതെ നമ്മൾ ഈ സംസ്ഥാന തലത്തിൽ വേണമെങ്കിൽ ചെല്ലാനം നമുക്കൊരു മാതൃകയായിട്ട് വയ്ക്കാം. പക്ഷെ ചെല്ലാനം നിവാസികളെ സംബന്ധിച്ചുള്ള എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ അതുകൊണ്ട് മാത്രം അവർ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. അപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങൾ പ്രാദേശികമായിട്ട് പല സ്ഥലത്തും ഉണ്ടാവും. ആ രാഷ്ട്രീയം നമ്മൾ നോക്കുകയും വേണം. പക്ഷേ എറണാകുളം ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും UDF സംബന്ധിച്ചോളം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാവുന്ന പെരുമ്പാവൂരും കൂടെ വന്നിട്ട് ആ ഒരു മൊത്തം വിശകലനത്തിലേക്ക് പെരുമ്പാവൂരത്തിൻ്റെ അവസ്ഥ. പെരുമ്പാവൂർ ശരിക്കും പറഞ്ഞാൽ സാജു പോളിൻ്റെ ഒരു മണ്ഡലമായിട്ട് നിന്നിരുന്നു. നമുക്കറിയാം ജിഷ കേസിലേക്ക് വന്നു പെരുമ്പാവൂർ എൽദോസ് പിടിച്ചു, 2 തവണ വിജയിച്ചു. ഇത്തവണ എൽദോസിന് വേണ്ടിയിട്ട് ഭയങ്കര ബഹളമൊക്കെയാണ് അവിടെ. അപ്പം പെരുമ്പാവൂർ ഇത്തവണ തിരിച്ച് പോവോ LDFിലേക്ക്? പെരുമ്പാവൂർ നല്ല മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മനോജ് ബൂത്തേടത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്ഥാനാർത്ഥിയാണ്. അയാൾക്ക് മണ്ഡലത്തിൽ പരിചയമുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ വലിയ പ്രശ്നങ്ങളോ ഒന്നും എൽദോസ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതേസമയം അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇടതുപക്ഷത്തിന് ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ സ്ഥാനാർത്ഥി ഏതാണ്ട് 3000-ൽ താഴെ വോട്ടിനാണ് കഴിഞ്ഞ തവണ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈ മറ്റേ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് തോന്നുന്നു ലെഫ്റ്റിന് തിരിച്ചു പിടിക്കാനുള്ള വളരെ സാധ്യതകൾ. ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 5000 വോട്ടിൻ്റെ കഥയുണ്ട്. 5000 വോട്ടിൻ്റെ ഈ 5000 വോട്ടില്ലെങ്കിലും അവത്തിൽ നിന്ന് 2000 വോട്ട് മറിഞ്ഞാൽ പോലും UDFന് അതൊരു ദോഷമാവില്ലേ? അല്ല, അതിന് സാധ്യതകളൊക്കെ ഉണ്ട്. എൽദോസ് ഫാക്സും സംഭവങ്ങളൊക്കെ പുറത്തും മത്സരം നല്ലോണം ടൈറ്റ് ആയിരിക്കും. പക്ഷേ ഈ നമുക്കൊരു പ്രവചനത്തിലേക്കൊന്നും അത് പോകാനായിട്ട് പറ്റില്ല. ഇടതുപക്ഷത്തിന് നല്ല പേരുണ്ട് സ്ഥലത്ത്. പിന്നെ ഈ അപ്പുറമുള്ള മറ്റേ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. ഇത്തവണ മാത്യുവിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ജോസഫ് വാഴക്കിന് സീറ്റ് കൊടുക്കും എന്ന അവസാന നിമിഷം വരെ പറഞ്ഞിരുന്നു. ജോസഫ് വാഴക്കൻ അത് മോഹിച്ച് ഇരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മൂവാറ്റുപുഴയിലെ ഒരു കാര്യമുണ്ട്, മൂവാറ്റുപുഴയിൽ ഒരു എൽദോസ് ആയിരുന്നു. ആ എൽദോസിന്റെ ചില പിടിപ്പുകേടുകളാണ്. അവസാനം CPMന് ഒട്ടും അനവിഭിതനായിട്ട് മാറി. അറിയാലോ ലാത്തിചാർജിന്റെ ഒക്കെ കഥ. പക്ഷെ ഇത്തവണ വന്നിരിക്കുന്ന അരുൺ CPIയുടെ സെക്രട്ടറി നല്ല കാൻഡിഡേറ്റ് ആണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അത്രയും ഒരു നേട്ടത്തില് കുഴൽനാടന് ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സാധ്യതയുണ്ട്. കാരണം നല്ല മത്സരം നടക്കാനുള്ള സാധ്യത തന്നെയുണ്ട് അവിടെയുണ്ട്. കോതമംഗലത്താണെങ്കിൽ കഴിഞ്ഞ 2 ടേമായിട്ട് അടുപ്പിച്ച് ആന്റണി ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് മറ്റേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ. പക്ഷേ മൊത്തത്തിൽ എന്തായാലും ജില്ല നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDFന് ഒരു അനുകൂലം. മലപ്പുറം 16 സീറ്റും ഈ എറണാകുളത്ത് 14 സീറ്റും ഈ മൊത്തത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ കോർപ്പറേഷൻ ഭരണമൊക്കെ പിടിച്ചു നോക്കിയാൽ ഇവർ കൊണ്ടുപോകുമെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് ഈ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ ഇപ്പൊ മലപ്പുറം എന്തുകൊണ്ട് അത് പറഞ്ഞ ലീഗ് എന്തൊക്കെ പറഞ്ഞാൽ ലീഗിന്റെ കാര്യത്തിലാണോ ജയിക്കുന്നത്. ഈ എറണാകുളത്തേക്ക് വരുമ്പോൾ ഈ ഗ്രൂപ്പ് കളി ഉണ്ടല്ലോ. ഇപ്പം ഈ എൽദോസൊക്കെ പറയുന്ന പോലെയുള്ള സതീശൻ വെട്ടുന്നു, സതീശന് വേണ്ടി ഷിയാസിനെ കിട്ടുന്നില്ല. ഇപ്പോൾ എൽദോസ് പറയുന്നത് ചെന്നിത്തലയാണോ എൽദോസിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത്. ചെന്നിത്തലയ്ക്കൊന്നുമില്ല. KC പറയുന്ന ആൾക്കാരെ നിർത്തുന്നു. KCയുടെ ദീപ്തി മേരി നോമിനി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസിന് സീറ്റില്ല. അപ്പം ഈ ഗ്രൂപ്പ് കളി ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു ജില്ലയും കൂടെയാണ് എറണാകുളം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള ഈ കളികളിൽ ഈ കളി ശക്തമായ ഈ പറയുന്ന പോലെയുള്ള മൊത്തം കൊണ്ടുപോകുന്ന സമ്പൂർണ്ണ വിജയമൊക്കെ UDFന് പറ്റുമോ? പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ എല്ലാ കാലത്തും മറ്റേ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I ഗ്രൂപ്പിൻ്റെ ശക്തമായ സ്ഥലമായിരുന്നു എറണാകുളം. അങ്ങനെയാണ് ഈ KSUവിലുള്ള ദീപ്തി മേരി വർഗീസൊക്കെ കാലത്ത് തന്നെ KSU കാലത്ത് തന്നെ I ഗ്രൂപ്പിൻ്റെ മറ്റേ ആളായിട്ട് മാറുകയൊക്കെ ചെയ്തത്. ഇപ്പം ആലുവയിൽ അൻവർ സാദത്ത് മറ്റേ രമേശ് ചെന്നിത്തലയുടെ അടുത്ത ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ VD സതീശൻ്റെ സ്വന്തം ആളാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ബലാബലങ്ങൾ ഒക്കെ കുറച്ചൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട്. മാത്രമല്ല ഗ്രൂപ്പാണ് കോൺഗ്രസ്സിനെ
സഹായിക്കുന്നത്. കാരണം സംഘടനാ പ്രവർത്തനം, സംഘടന ഇപ്പോൾ ഇടതുപക്ഷത്തിനുള്ള മാറ്റി ഇതൊരു കേഡർ പാർട്ടി ഒന്നുമല്ലോ, സംഘടനാ പരിപാടി ഇല്ല. ഇവർക്ക് യൂണിറ്റ് തലത്തിൽ ഇവർക്ക് മണ്ഡലം കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ആരാണ് മണ്ഡലം കമ്മിറ്റി വിളിക്കുന്നത്? മണ്ഡലം കമ്മിറ്റിയിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് പരിഗണിക്കുമോ? ഇതൊന്നും സംഭവിക്കില്ല. അവർ ഗ്രൂപ്പായിരുന്ന സമയത്ത് ഗ്രൂപ്പ് എത്രത്തോളം ശക്തമാകുമ്പോൾ അവർ ജയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവർ അങ്ങനത്തെ ഒരു നമ്മൾ കഴിഞ്ഞ ഞാനൊന്ന് എറണാകുളത്തേക്ക് പോകും, കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നോക്കുമ്പോൾ ഈ കൊച്ചി റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് എറണാകുളത്ത് മനസ്സിലായി 5 സീറ്റ് പിടിച്ചിട്ടുണ്ട്. 5 സീറ്റ് ഇടതുപക്ഷം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ക്രിസ്ത്യൻ വോട്ടിലും വലിയ രീതിയിലുള്ള ഒരു സഹായം ഈ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് ഇത്തവണ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുമ്പാവൂർ യാക്കോബ സഭയുടെ ആളുകൾ ആണ് എല്ലാ കാലത്തും വിജയിച്ചു പോവുക. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ LDF അവർ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന യാക്കോബായ സഭ. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അത് അങ്ങനെ അല്ലാത്തൊരു ചിത്രം നമ്മൾ കണ്ടായിരുന്നു. യാക്കോബായ സഭയുടെ ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് അതുകൊണ്ടാണ് ഇത്രയും മാരകമായിട്ടുള്ള ഒരു വിജയം സത്യത്തിൽ UDF ജില്ലയിൽ ഉണ്ടാവാനുള്ള കാരണം. മീൻസ് ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യാക്കോബായ സഭ LDF തുറന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരെ. പക്ഷെ ഇപ്പം അവരങ്ങനെയല്ല. ഇപ്പം അവർ കുറേ കൂടെ പിന്നോട്ട് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ സൈലന്റ് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. അവരുടെ ഒരു കുറേ ബെൽറ്റുകളിൽ എറണാകുളത്ത് പല ബെൽറ്റുകളിലും ഈ യാക്കോബായ സഭയുടെ ഒരു വലിയ സ്വാധീനമുണ്ട് ഈ വോട്ടുകൾ തീരുമാനിച്ചെന്ന് വിചാരിക്കുന്നത്. അത് ഏത് തരത്തിലേക്കാണ് ഡൈവേർട്ട് ചെയ്യാന്നുള്ളൊരു സാധനം വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ. ലത്തീൻ സഭ മാത്രമല്ല, യാക്കോബായ സഭയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖല മുഴുവൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു യാക്കോബ സഭയ്ക്ക് നിർണായകമായ മറ്റ് സ്വാധീനമുണ്ട്. അവരുടെ തീരുമാനങ്ങളും എല്ലാം പ്രധാനമായിരിക്കും. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സകല ഫാക്ടറികൾ ലെഫ്റ്റിനെതിരായിരുന്നു. അത് ആ ചിത്രമല്ല ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും മികച്ച കോർപ്പറേഷനിൽ ഒന്നായിട്ട് ഞാൻ കരുതിയത് ഒരു നഗരസഭയായിരുന്നു, അല്ല കോർപ്പറേഷൻ ആയിരുന്നു കൊച്ചി. പക്ഷെ അത് ഇത്ര വലിയ പരാജയം ഉണ്ടായി. അപ്പോൾ അത് പ്രധാനമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ജില്ലയെക്കുറിച്ചുള്ള ഒരു പൊതു മറ്റേ ഇതൊന്നും വിലയിരുത്തൽ. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് തൃശ്ശൂർ ഇപ്പം കൂടുതൽ പിടിച്ചെടുക്കും ഞങ്ങൾ? കാരണം തൃശ്ശൂർ ലീഡറുടെ ഒക്കെ ഒരു സ്ഥലം, അത് പക്ഷേ സത്യത്തിൽ കോൺഗ്രസിന് പിന്നീട് ആ രീതിയിലേക്ക് ഒരു തരത്തിൽ എത്തി നോക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് ചേഞ്ചസ് വന്നു. അതായത് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ പിടിക്കുന്നു. അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ തൃശ്ശൂർ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ തൃശ്ശൂർ എങ്ങനെയായിരിക്കും ശരിക്കും സംഭവിക്കുക? ഇപ്പം അവർ പറയുന്ന കുറച്ച് സ്ഥലമുണ്ട്, മണലൂര്, മറ്റേ കൊടുങ്ങല്ലൂര് ഒക്കെ ഒരു പക്ഷേ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള സാധ്യതയിലാണ് UDFകാർ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് നിൻ്റെ ഒരു അവിടെ നിൽക്കുന്നത്? ഈ ഞാൻ ചോദിക്കുന്നവർ ഈ അവിടെയുള്ള തർക്കങ്ങളില്ലേ, അതായത് എനിക്ക് തോന്നുന്നു രാജവിഭാഗവും CPI യിലുള്ള തർക്കങ്ങളും ഒക്കെ ചില മണ്ഡലങ്ങളിലെങ്കിലും ഒക്കെ കൊടുങ്ങല്ലൂർ പ്രത്യേകിച്ചും അത് റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലല്ലേ? എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിലേക്ക് മധ്യ കേരളം തെക്കൻ കേരളത്തിലേക്ക് വരുമ്പം ഇടതുപക്ഷ സർക്കാരിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന 2 ജില്ലകളിൽ ഒന്ന് കൊല്ലം, തിരുവനന്തപുരം പോലെ തന്നെ ഒന്നാണ് തൃശ്ശൂർ. കഴിഞ്ഞ 2 തവണ നോക്കുമ്പോഴും 2016 മൊത്തത്തിൽ പോകുന്നു ഒരു ഇതിലേ പോലും. കഴിഞ്ഞ പ്രാവശ്യം വന്നു കൂടെ തന്നെ നിൽക്കുന്ന ഒരു ജില്ലയാണല്ലോ. അപ്പൊ ഇത്തവണ വലിയൊരു ഇളക്കം ഉണ്ടാവും തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ല, എനിക്കും അതിൽ വലിയ ഇതൊന്നും തോന്നുന്നില്ല. ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ടൈസൺ മാഷറെ ഇപ്പോഴത്തേക്ക് എറണാകുളം ജില്ലയുടെ പറവൂരിലേക്ക് പറഞ്ഞു വിട്ട് VD സതീശനെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2 ടൈം മറ്റേ CPI പാലിച്ചിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ രീതിയിൽ അവിടെ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിലനിൽക്കെ തന്നെ അടിത്തറ ഭയങ്കര സ്ട്രോങ് ആണ്. അതിലിപ്പോൾ എനിക്കൊരു സംശയമുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ പറഞ്ഞ രീതിയിൽ വലിയ പാടായിരിക്കും ഇത്തവണ ഇടതുപക്ഷത്തിന് ജയിച്ചു വരാനായിട്ട് എന്നുള്ളത് വെച്ചാൽ, നമ്മൾ ആലങ്കോട് ലീലാകൃഷ്ണൻ കേരളത്തിലെല്ലാവർക്കും പരിചിതനായ കവിയാണ്, വാഗ്മിയാണ്, അതിസുന്ദരമായ പ്രസംഗമാണ് ഒക്കെ ആണെങ്കിൽ പോലും ജനങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിലേക്ക് എത്രമാത്രം അത് പ്രതിഫലിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ആലങ്കോട് ലീലാകൃഷ്ണനൊക്കെ ജയിച്ചു വന്നേക്കും. അത് അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന് ഒരു എഡ്ജുള്ള ഒരു മണ്ഡലം തന്നെയാണ് അത്. തൃശ്ശൂർ സ്വഭാവം കഴിഞ്ഞ തവണത്തെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ മാത്രമാണ് കഴിഞ്ഞ തവണ. പക്ഷേ ബാലേന്ദ്രൻ സാറ് നിൽക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഇതേപോലൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സാറ് അതെ, കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിനൊരു അനുകൂലമായിട്ടൊരു ഇതായിരുന്നു, 99 സീറ്റ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു. തൃശ്ശൂർ അപ്പോൾ സംശയം പറഞ്ഞു. പക്ഷെ തൃശ്ശൂരിൽ കോൺഗ്രസിലുണ്ട് പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസിൽ അവിടെ ചന്ദ്രമോഹൻ സ്ഥാനാർത്ഥിയാകും ഏകദേശം കോൺഗ്രസ്സുകാർ തന്നെ നമ്മളോടൊക്കെ സംസാരിച്ച് കോൺഗ്രസ്സുകാർ തന്നെയൊക്കെ പറഞ്ഞിരുന്നത് ചന്ദ്രമോഹനാണ് സ്ഥാനാർത്ഥി എന്നായിരുന്നു പറഞ്ഞിരുന്നത്.
അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെട്ടു. എന്താണെന്ന് അറിയാമോ? നായർ സ്ഥാനാർത്ഥി വേണമെന്നും പറഞ്ഞിട്ട്. അപ്പം ഇപ്പം രാജംപള്ളനാണ് വന്നിരിക്കുന്നത്. രാജംപള്ളൻ വരുമ്പോഴത്തേക്ക് നല്ല സ്ഥാനാർത്ഥിയൊക്കെയാണ്. പൊളിറ്റിക്കലി നോക്കുമ്പോൾ ലീലാകൃഷ്ണ സാറിന് ശക്തനായിട്ടൊരു എതിരാളിയാണ്. പക്ഷെ ഈ തൃശ്ശൂര് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം മാത്രമല്ല അവിടെ. തൃശ്ശൂർ കോൺഗ്രസ്സിൽ ഭയങ്കര അടിത്തറ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. തൃശ്ശൂർ കരുണാകരന് അനുകൂലമായിട്ടും അതിശക്തമായി കരുണാകരനെതിരായിട്ടും ഉള്ള ഒരു സ്ഥലമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരുണാകരൻ്റെ കുടുംബത്തിലോ പരിചയത്തിലുള്ള ആര് നിന്നാലും തോൽപ്പിക്കുമെന്ന് വാശി പിടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല സംഘങ്ങളുണ്ട്. എനിക്ക് തൃശ്ശൂർ കുറച്ചുകൂടി ഇത്തവണത്തെ വലിയ ഒരു ടൈറ്റ് മത്സരമാകുമെന്ന് സംശയം തോന്നുന്നൊരു സ്ഥലം കുന്നംകുളമാണ്. കാരണം കുന്നംകുളത്തിൽ മറ്റേ മൊയ്തീൻ സഖാവിനെതിരായിട്ട് ഒരു ഗ്രൂപ്പ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം മറ്റേ ആരോപണങ്ങളും പ്രശ്നങ്ങളും മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകാരം തന്നെ അത് എത്രമാത്രം പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഞാൻ കുറച്ച് കൗതുകത്തിൽ. മണലൂർ മറ്റേ വി എസ് സുധീരൻ അടക്കമുള്ള ആളുകൾ ജയിച്ചു പോന്നിരുന്ന കോൺഗ്രസ്സിന് ഭയങ്കര ശക്തമായിട്ടുള്ളൊരു മണ്ഡലമായിരുന്നു. പക്ഷേ അവിടെ ഈ രവീന്ദ്രനാഥിനെ പോലുള്ളൊരു കാൻഡിഡേറ്റ് വരുന്നത് മറ്റേ ലെഫ്റ്റിന് വലിയ പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലും ആളുകൾക്ക് ഒന്നും ആരോപിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരു കറകളഞ്ഞ ഒരു ഇമേജ് ഉള്ളൊരു മാഷിന്റെ ക്ലീൻ ഇമേജിനെ ഈ പ്രതാപന്റെ ഒരു ജനകീയതയുണ്ടല്ലോ. അതെ. അത് കാരണം തന്നെ ഏറ്റവും ശക്തമായതും ഏറ്റവും രസകരമായ മത്സരങ്ങളിലൊന്ന് മണലൂരായിരിക്കും. പ്രതാപൻ ഈ പറഞ്ഞ രീതിയിൽ ജയിക്കേണ്ട മറ്റേ ഈ പറയുന്ന രീതിയിൽ കേരളത്തിൽ മന്ത്രിയാകേണ്ട വിധത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഴിവുള്ള ആളാണ്. അയാൾ വരേണ്ടതാണ്. സാമുദായിക പ്രാതിനിധ്യം ആവശ്യമാണ്. ആ രീതിയിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നേതാവാണ്. അത് കാരണം തന്നെ നല്ല മത്സരം ഒരുപക്ഷെ സംഭവിക്കില്ലായിരിക്കും. എന്നാലും ഞാനൊരു വൈഡ് ഗസ് ആയിട്ട് തോന്നുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം ഉണ്ടല്ലോ, കോൺഗ്രസിനേറ്റ വലിയ 3-ാം സ്ഥാനത്തേക്ക് പോയ പരാജയം, ഈ പരാജയത്തിന്റെ ഉത്തരവാദികളെന്ന് കുതിരകുത്തപ്പെട്ടതിൽ ഒരാള് ടി എം പ്രതാപനും കൂടെയാണ്. അപ്പൊ ഈ രീതിയിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു വൈരാഗ്യബുദ്ധി നിലനിന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് പ്രതാപന് തിരിച്ചടിയാകും. അറിഞ്ഞു മറിച്ച് മാഷിനെ പോലൊരാളെ നേരിടാൻ പറ്റുന്ന നല്ല ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ ടി എൻ പ്രതാപൻ തന്നെയാണ്. ഈ ശ്രീധരൻ പറഞ്ഞ പോലെ ജയിച്ച ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട ഒരു നേതാവ് തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു തരത്തിൽ മത്സരം സാധ്യതയുള്ളത് ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട ഈ പറഞ്ഞ രീതിയിൽ പഴയ മാണി ഗ്രൂപ്പിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. തോമസ് ഉണ്ണിയാടൻ തന്നെയാണ് ഇത്തവണയും മറ്റേ UDFൻ്റെ സ്ഥാനാർത്ഥി വരുന്നത്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും അങ്ങനെ വലിയ മാർജിനിലൊന്നുമല്ല പരാജയപ്പെട്ടത്. ബിന്ദു ടീച്ചറെ കുറിച്ചിട്ട് മണ്ഡലംകാരിയാണ്, ജനകീയമാണ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ശക്തമായിട്ടുള്ള മത്സരം കൊടുക്കാനായിട്ട് ഉണ്ണിയാടന് പറ്റുന്നുള്ളത് എനിക്ക് തോന്നുന്നു. പൊതുവെ മണ്ഡലത്തിൽ LDFന് വലിയ ഇതില്ലെങ്കിലും പക്ഷെ കഴിഞ്ഞ തവണത്തെ മാതിരത്തെ ഒരു ക്ലീൻ സ്വീപ്പ് പരിപാടിയോ ഇത്തവണ LDF പ്രതീക്ഷിക്കുന്നില്ല. തൃശ്ശൂരിന്റെ കാര്യം സാധ്യതകളുണ്ട്. ആ സാധ്യത വരുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് തൃശ്ശൂര് മണ്ഡലത്തില് CPI ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തിയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ആദ്യം ജയരാജുകാരുടെ അടുത്ത് പോകുന്നു എന്ന് പറയുന്നു, പിന്നെ ഇപ്പം ആലങ്കോട് ലീലാഷ്. എനിക്കൊന്നും ജില്ലയിൽ പാർട്ടിക്ക് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പാർട്ടി തലത്തിലുണ്ട്, യുവജന വിഭാഗത്തിലുണ്ട്. പക്ഷെ അവരെയൊന്നും കൊടുക്കാതെ എന്തുകൊണ്ടായിരിക്കും ലീലാഷിനെ പോലെ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നിർത്തിയെന്ന് ഉള്ളൊരു ചർച്ച നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു CPIയിൽ ഈ നമ്മൾ നേരത്തെ എറണാകുളത്തെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്ക് പറഞ്ഞു പോലെ, അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് പോകുമ്പോൾ CPMന്റെ അകത്ത് പറഞ്ഞ പോലെ, CPIയിൽ ഉള്ളിൽ ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് നാളായിട്ട് ഈ കാനം ഇസ്മായിൽ കാടിയൊക്കെ തുടങ്ങണതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ജില്ലയിൽ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കുമോ ഈ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ മണ്ഡലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലനിർത്തണമെങ്കിൽ വേണ്ടത് ഇപ്പോൾ സുനിലിനെ പോലുള്ളൊരു ഒരു ലെവലിലുള്ള ഒരാളെ അവിടെ മത്സരിപ്പിച്ചാലാണ് പൊളിറ്റിക്കലായിട്ട് അവർക്കൊരു പക്ഷേ നിൽക്കാൻ പറ്റും. പക്ഷേ ഇതിന് എല്ലാത്തിനും ഒരു പ്രതിവിധിയായിട്ട് സുനിലിനെ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകാനായിട്ട് അവർക്കും താല്പര്യമില്ല. അവർക്കും സ്വാഭാവികമായിട്ടും താല്പര്യമില്ലായിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് വഴക്കൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ രീതിയിലും ഉണ്ടാവും. ഗ്രൂപ്പ് വഴക്കൊന്നും അല്ലെന്നോ എനിക്ക് പ്രത്യേകിച്ച് ഒല്ലൂരിലെയൊക്കെ രാജൻ
ആണ് മൊത്തത്തിൽ, തൃശ്ശൂർ മാത്രമല്ല മൊത്തത്തിൽ ഒരു പാർട്ടിയുടെ കടിഞ്ഞാൺ രാജൻ്റെ കയ്യിലാണ് എന്നുള്ളൊരു ചർച്ചയുണ്ട്. അതായത് വിനോവിശ്വത്തിനെ പോലും നിയന്ത്രിക്കാൻ തക്ക രീതിയിൽ, ഇത് CPI ഉള്ളിൽ തന്നെയുള്ള സംസാരമാണ്, ഉള്ള രീതിയിലേക്ക് രാജൻ മാറുന്നു എന്ന് പറയും. അപ്പം രാജൻ ഒരു പക്ഷേ രാജൻ്റെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു ശ്രുതി കേൾക്കുന്നുണ്ട്. സത്യമായിരിക്കത്തില്ല എന്നറിയില്ല. പക്ഷെ ആ രീതിയിൽ നോക്കുമ്പോൾ തൃശ്ശൂർ നമ്മൾ CPIയുടെ മറ്റ് സ്ഥാനാർത്ഥി നോക്കുമ്പോഴത്തേക്ക് തൃശ്ശൂർ മാത്രമാണ് കുറച്ച് ദുർബലമായിട്ട് പൊതുവിൽ പറയുന്നത്. ഞാൻ ലീലാകൃഷ്ണ സാറിനെ കുറച്ച് കണ്ടുകൊണ്ടല്ല പറയുന്നത്, ഏറ്റവും നല്ല മനുഷ്യൻ ജയിക്കണം, നിയമസഭയിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ പൊളിറ്റിക്കലി ആ മൂവ് CPIയുടെ ഉള്ളിലെ ചെറിയൊരു പിണക്കങ്ങളുടെയാണ്. നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ സാധ്യതയാണ് എപ്പോഴും കണക്കാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നല്ല സ്ഥാനാർത്ഥികളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു സീറ്റും പക്ഷെ അങ്ങനെ ഉറപ്പിച്ചു. ഒല്ലൂർ പോലത്തെ ഒരു സീറ്റ്, ഒല്ലൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ബെൽറ്റിലൊന്നാണ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ. അവിടെ ഒരു ചെറിയ അനക്കം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജനെ പോലെയുള്ള വളരെ ജനകീയനായിട്ടൊരു ആൾക്ക് പോലും പരാജയം സംഭവപ്പെടാം. അത് കാരണം തന്നെ അതിന് നമുക്ക് അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള, വളരെ എനിക്ക് തോന്നുന്നു കയ്പമംഗലമൊക്കെ പോലെയുള്ള അപൂർവം സീറ്റുകളായിരിക്കും വളരെ മറ്റേ തൃശ്ശൂർ അങ്ങനെ ഒരു പക്ഷേ വലിയ മറ്റേത് വന്നാലും കുലുങ്ങാതെ നിൽക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ ഗുരുവായൂർ, ഇപ്പോൾ അക്ബർ സുഖമായിട്ട് വേണമെങ്കിൽ ജയിച്ചു വരാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പുള്ളി പറഞ്ഞ രീതിയിൽ നേരത്തെ ഖാദർക്കായിരുന്നു, അബ്ദുൽ ഖാദറായിരുന്നു, പുള്ളി ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പം അവർക്ക് വളരെ ഈ ചാവക്കാട് ബെൽറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പിന്തുണ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അത് കാരണം തന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് എനിക്ക് വേറൊരു ഇതും കൂടെ എനിക്ക് തോന്നുന്നത്, ഇപ്പം തെക്കോട്ടുള്ള മണ്ഡലങ്ങളെക്കാളും അത് അവിടുത്തെ പല ഫാക്ടറുകൾ വിളിക്കുമ്പോൾ ഈ തൃശ്ശൂരിന് അപ്പുറത്തേക്കുള്ള മണ്ഡലങ്ങളിൽ ശരിക്കും ന്യൂനപക്ഷ ഫാക്ടർ ഒരു വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം. കാരണം അത് ഏത് രീതിയിലേക്ക് അവർ ഒരുപക്ഷെ നേരത്തെ തീരുമാനിച്ചു സൈലന്റ് വോട്ടേഴ്സ് ആയിരിക്കും മിക്കപ്പോഴും ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പം അവർ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവരിനിപ്പോൾ സ്ഥാനാർത്ഥികൾ വന്നിട്ടായിരിക്കില്ല ഒരുപക്ഷെ തീരുമാനിക്കുക. കാരണം അത് കേരളം ഇത്രയും കാലത്ത് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴേ സ്ഥാനാർത്ഥികളെ വന്നിട്ടായിരിക്കില്ല അവർ തീരുമാനിക്കുന്നത്, ആ സ്ഥാനാർത്ഥികൾ ഇതൊന്നും ആയിരിക്കില്ല, അവർ നേരത്തെ ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതെങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വടക്കൻ മണ്ഡലങ്ങളും ഈ തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള മണ്ഡലങ്ങളിൽ വലിയൊരു തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ഫാക്ടർ എന്ന് തോന്നുന്നു. മുസ്ലിം വോട്ട് വളരെ പ്രധാനമാണ്. ഗുരുവായൂരടക്കമുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്കറിയാലോ, ഹിസ്റ്റോറിക്കലി ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ പ്രാധാന്യം അറിയാലോ. ഗുരുവായൂർ മണ്ഡലത്തിലാണ് ഈ നമ്മുടെ ബാബരി പള്ളി പൊളിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത്. അവിടെ അന്ന് മത്സരിക്കുന്നത് മറ്റേ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സാക്ഷാൽ സമദാനിയാണ്. സമദാനി അന്ന് യങ് ലീഡറാണ്. ഈ പറയുന്ന രീതിയിൽ പ്രസംഗങ്ങൾ കൊണ്ട് കേരളം മുഴുവൻ തകർത്തു വാരി നടക്കുന്ന കാലമാണ്. മറ്റേ LDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PT കുഞ്ഞുമുഹമ്മദാണ്. PT കുഞ്ഞുമുഹമ്മദിനെ അങ്ങനെ വലിയ ആൾക്കാർക്കും ഒന്നും അറിയില്ല. പുള്ളി സിനിമ പ്രൊഡ്യൂസറും സംവിധായകനൊക്കെ ആയിട്ട് വരുന്നൊരു കാലമാണ്. അങ്ങനെ ആർക്കും അറിയില്ല. പക്ഷേ ബാബരി പള്ളി പൊളിച്ചതിന് ശേഷമുള്ള ഒരു കാലത്ത് ഇത്രയും വലിയ പ്രസംഗം നടക്കുന്ന മുസ്ലിം നേതാക്കൾ കൊടുക്കുമ്പോൾ ലോനപ്പന്തമാടൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകളെ മുഴുവൻ മറച്ചു കളഞ്ഞ പ്രസംഗമാണെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും പറയുന്നത് മറ്റേ നിങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി 4 ഭാഷയിൽ സംസാരിക്കും, അദ്ദേഹം വാഗ്മിയാണ്, പണ്ഡിതനാണ് എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ നാട്ടുകാരെ, നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ഏറ്റവും വലിയ വാഗ്മിയും പണ്ഡിതനാരാന്നറിയോ? അദ്ദേഹത്തിൻ്റെ പേര് PV നരസിംഹറാവു എന്നാണ്. പുള്ളി 18 ഭാഷയിൽ സംസാരിക്കും. പക്ഷെ പള്ളി പൊളിക്കരുത് എന്ന് പുള്ളി ഒരു ഭാഷയെ പോലും പറഞ്ഞില്ല എന്ന് പറയുന്ന ഭയങ്കര പ്രസംഗം നടക്കുന്നു. വൻ ഭൂരിപക്ഷത്തിലാണ് PT കുഞ്ഞുമോഹൻ ജയിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ സാധ്യമായ ഒരു പ്രദേശമാണ് അതേപോലെയുള്ള സ്ഥലങ്ങൾ. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവിടേക്കുള്ള പല സ്ഥലങ്ങളിലും ആ കൺസോൾട്ടേഷൻ ഉണ്ട്, കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ. പക്ഷേ കൊടുങ്ങല്ലൂർ നമുക്കറിയാം, ഇതിലൊരു വലിയ ഫാക്ടർ നമ്മൾ കൊടുങ്ങല്ലൂർ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊടുങ്ങല്ലൂർ BJP ഏറ്റവും നീചമായ വർഗീയത കളിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ്. അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ, മനുഷ്യരെ വിഭജിക്കുന്ന ക്യാമ്പയിനുകൾ, ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു വർഗീയ സംഘർഷത്തിൻ്റെ പരിസരത്ത് വരെ എത്തുന്ന സ്ഥലങ്ങൾ. കൊടുങ്ങല്ലൂർ
അടുത്ത് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭ BJP പിടിക്കുമെന്ന് അവർ ഉറപ്പിച്ച് മുന്നോട്ട് പോയ സമയത്താണ് എനിക്ക് തോന്നുന്നു ഈ CPIയും CPMും അവരുടെ പിണക്കങ്ങളും പരിഭവങ്ങളും ഈ ഉൾപ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞ മറ്റേതിൽ ഇറങ്ങുകയും BJP വളരെ കാര്യമായി പരാജയപ്പെടുത്തുകയും ചെയ്തു. വളരെ ഡിസിസീവായിട്ടുള്ള ഒരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതുവരെ തന്നെ എനിക്ക് ഇത്തവണയും കൊടുങ്ങല്ലൂർ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അവിടെ സുനിൽ ഒരു സേഫ് കക്ഷിയാണ്. പിന്നെ എന്ത് പറഞ്ഞാലും രാജേട്ടൻ്റെ ഒരു മറ്റേ ഇത്രയും കാലമായിട്ട് അദ്ദേഹം മരിച്ച് ഇത്രയും കാലം കഴിഞ്ഞിട്ടും പുള്ളിയുടെ ഒരു അദൃശ്യ സാന്നിധ്യം ശരിക്കും വളരെ ശക്തമായിട്ടുണ്ട്. അവിടെ ആളുകൾക്കുണ്ട്. പിന്നെ വളരെ പഴക്കമേറിയ ഒരു CPI ഇതാണത് കൊടുങ്ങല്ലൂരിലുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CPMനൊന്നും ഇല്ലാത്തതിനേക്കാൾ വലിയ ഒരു ശക്തി അവിടെ CPIയിൽ പഴയ എത്ര കാലമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് കൊടുങ്ങല്ലൂരോ ഒന്നും അങ്ങനെ വലിയ സംശയമൊന്നുമില്ല. പക്ഷേ ന്യൂനപക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഇനിയുള്ള ചർച്ചയിൽ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട കൊടുങ്ങല്ലൂരിലെ ഈ പാർട്ടി 70 വോട്ടുകൾ നിർണ്ണയമാകും. അപ്പോൾ ജനീഷ് ആർക്കാണെങ്കിലും ഒരു സുനിലിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും സപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ മാളയിലെ ചില പഞ്ചായത്തുകളിലൊക്കെ ഈ UDF ഇത്തവണ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതി വരുമ്പം പഴയ കഴിഞ്ഞ തവണത്തേക്കാൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ 2020 സാന്നിധ്യം മറ്റേ കോൺഗ്രസിനും വലിയ പ്രയോജനം ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2020 മറ്റേ BJDSൻ്റെ സീറ്റായിരുന്നു അത്. അവർ പിടിക്കേണ്ട 7 വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും അവിടെയുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹായം 2020 എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഞാനിപ്പോൾ അവിടുത്തെ ഒരു ഉള്ളറക്കളികൾ മനസ്സിലാക്കിയപ്പം ഈ സുനിലിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ചില ആൾക്കാർ ഈ 2020 ആയിട്ടും കോൺഗ്രസുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലുണ്ട്. ആ രീതിയിൽ വ്യക്തിപരമായിട്ട് ചില എതിർപ്പുകളല്ല, വ്യക്തി വൈരാഗ്യമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പുറത്തെ ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്ന ചിലർ ഈ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കളി ആയിരിക്കണം ഈ 2020 സ്ഥാനാർത്ഥി വന്നത്. പക്ഷെ BJP അവിടെ ഈ ആത്മഹത്യ ചെയ്യുന്നതിനാണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. അതോ ഇനി അവർ വേറെ തരത്തിലുള്ള പ്ലാനിങ് അവിടെ ഉണ്ടോ എന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവർക്ക് കുറച്ചും കൂടി അവരുടെ കാലുറപ്പിക്കാനായിട്ട് ഇടതുപക്ഷത്തേക്കാൾ അവിടെ ഒരു വലതുപക്ഷ അവിടെ ശരിക്കും BJPയുടെ ജില്ലയിലെ ഏറ്റവും പ്രമുഖ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ മത്സരിക്കാനായിട്ട് തയ്യാറായിട്ട് എല്ലാം റെഡിയായി. റെഡിയായിട്ട് അതെ, അദ്ദേഹത്തിന് ഗുരുവായൂർക്ക് മാറ്റി. ഗുരുവായൂരാണെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ളൊരു കൊടുങ്ങല്ലൂർ. അതെ, അപ്പം അത് തന്നെ എനിക്ക് തോന്നുന്നു അവിടെ എന്തെങ്കിലും തരത്തിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റോ താല്പര്യമോ ഉണ്ടാകുമായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ LDFനെ തോൽപ്പിക്കേണ്ടത് BJPയുടെ ഏറ്റവും വലിയ അജണ്ടകളിൽ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ അധികവാനായിട്ടൊന്നും കരുതണ്ട. അവിടെ BJP അവർ കുറച്ചും കൂടി വളരണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങൾ, അവരുടെ പ്ലാനൊക്കെ നടക്കണമെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ ആയിരിക്കും വന്നിരിക്കുന്നത്. കാരണം BJP അവിടെ മത്സരിച്ചു എന്ന് വിചാരിക്കും. BJP ഇതുപോലെ മത്സരിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ അതിശക്തമായ ടീമായിട്ട് ഇടതുപക്ഷം മാറും.